നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് അതിശക്ത പരിശോധനകളും അന്വേഷണവുമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. നിർണായകമായ പല വിവരങ്ങളും പുറത്തുവരുന്നു. ഇന്ത്യയെ നടുക്കുന്ന ഭീകര മൊഡ്യൂൾ ടെററിസത്തിന്റെ കഥകളാണ് നമ്മെ ഓരോ ദിവസവും കൂടുതൽ ജാഗ്രതയിലാഴ്ത്തുന്നത്. ഇന്ത്യ എത്രമാത്രം അപകടത്തിന്റെ വക്കിലായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന നിരവധി തെളിവുകൾ. ഭീകരപ്രവർത്തനത്തിന് പിടിയിലായ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന്റെ ഫരീദാബാദിലെ വീട് കണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർ നടുങ്ങി. ഈ വീടിനെ പൂർണ്ണമായും ഒരു ബോംബ് ഫാക്ടറിയാക്കി ഇയാൾ മാറ്റിയിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ആ വീട്ടിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളും ഇത് വ്യക്തമാക്കുന്നു. വീട്ടിലുണ്ടായിരുന്ന ഫ്ലോർ മിൽ രാസവസ്തുക്കൾ പൊടിക്കാനായി ഇയാൾ ഉപയോഗപ്പെടുത്തി. നിരവധി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. 350 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും 2 തോക്കുകളും ടൈമറുകളും വാക്കി ടോക്കികളുമൊക്കെ ഡൽഹി സ്ഫോടനത്തിന് തൊട്ടു മുൻപ് ജമ്മു കാശ്മീർ പോലീസ് കണ്ടെടുത്തത് ഇതേ വാടക വീട്ടിൽ വെച്ച്. വലിയ ഗ്രൈൻഡറോടുകൂടിയ ഫ്ലോർ മിൽ ഈ വീട്ടിനുള്ളിൽ. രാസവസ്തുക്കൾ ബോംബ് നിർമ്മാണത്തിനായി പൊടിച്ചെടുക്കുന്നത് ഇവിടെ വച്ച്. ഫരീദാബാദിലെ ഒരു ടാക്സി ഡ്രൈവറിൽ നിന്നാണ് 1500 രൂപ വാടകയ്ക്ക് ഇയാൾ വീട് വാടകയ്ക്കെടുത്തത്. ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി മുസമ്മിൽ ഷക്കീലിന്റെ സഹപ്രവർത്തകനാണ്. ഇരുവരും തമ്മിലുള്ള സൗഹൃദമാണ് ഇപ്പോൾ വൈറ്റ് കോളർ ടെററിസത്തിന്റെ കൂടുതൽ ഭീകരാവസ്ഥ ഇന്ത്യയെ ബോധ്യപ്പെടുത്തുന്നതും. കഴിഞ്ഞ 2 വർഷത്തിലേറെ കാലമായി ഇരുവരും ചേർന്ന് സ്ഫോടനങ്ങൾ ആസൂത്രണം നടത്തിയിരുന്നു. അൽഫലാഖ് സർവകലാശാലയിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകൾ ഇവ വ്യക്തമാക്കി. ഡോക്ടർ മുസമ്മിലിന്റെ ഡയറിയിൽ നിന്ന് പല കോഡുകളും പേരുകളും നമ്പറുകളുമൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. 2530 ആളുകളുടെ പേര് വിവരങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവരെയൊക്കെ ഓരോരോ തലങ്ങളിൽ ഭീകര ശൃംഖലയുടെ കണ്ണികളാക്കാൻ ശ്രമിച്ചവരാണ്. 2530 ആളുകളിൽ ഭൂരിഭാഗവും മുസമ്മിലിന്റെയും ഉമറിന്റെയും സ്വദേശമായ ജമ്മു കാശ്മീർ സ്വദേശികൾ. ഫരീദാബാദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകളുടെ പേരുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നവംബർ 5 യുപിയിലെ സഹാറൻപൂരിൽ നിന്ന് ഡോക്ടർ അദീൽ അഹമ്മദ് എന്നയാളെ ഭീകരബന്ധത്തിന് ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ. തുടർന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നത് ഭയാനകമായ വിവരങ്ങൾ. നവംബർ 8 ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ ഉമർ നബിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുന്നതും ഡോക്ടർ മുസമ്മിലിൽ നിന്ന്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ നവംബർ 10 ഡോക്ടർ ഉമർ നബി ഡൽഹി ചെങ്കോട്ടയിൽ ചാവേർ ആക്രമണം നടത്തുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വൈറ്റ് കോളർ ഭീകര സംഘം രൂപീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ അന്വേഷണ സംഘം ചികഞ്ഞെടുത്തു. ഈ പദ്ധതിയുടെ അമരക്കാരനായി നിന്ന് പ്രവർത്തിച്ചത് മൗലവി ഇർഫാൻ അഹമ്മദ്. ഇയാളുടെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. വിദ്യാസമ്പന്നരായ യുവ പ്രൊഫഷണലുകളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുകയാണ് ഇയാളുടെ മുഖ്യ ദൗത്യം. അവരെ അങ്ങനെ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലേക്ക് അടുപ്പിക്കുക. ഒരു വശത്ത് പുരുഷന്മാരെ ഈ ഭീകര സംഘടനയിലേക്ക് അടുപ്പിക്കുമ്പോൾ മറുവശത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിനും ഇയാൾ നേതൃത്വം കൊടുക്കുന്നു. ജമ്മു കാശ്മീരിൽ നിന്നാണ് ഇമാം ഇർഫാനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ ആദ്യഘട്ടത്തിൽ ജമ്മു കാശ്മീർ പോലീസുമായും പിന്നീട് തുടർന്ന് NIAയുമായും ഇയാൾ സഹകരിക്കാൻ വിസമ്മതിച്ചു. ചോദ്യം ചെയ്യൽ ശക്തമായപ്പോൾ ഇയാളുടെ കൂട്ടുപ്രതികൾ വലയിൽ അകപ്പെട്ടു എന്ന് ബോധ്യം വന്നപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി. തീവ്രവാദത്തിലേക്ക് തിരിയാൻ സാധ്യതയുള്ള ആളുകളെ ഇയാൾ കണ്ടുവയ്ക്കും. ഒരുപക്ഷെ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നവരെ, മതകാര്യത്തിനായി മറ്റേതെങ്കിലും തരത്തിൽ തന്നെ സമീപിക്കുന്നവരെ, ഇവരിൽ നിന്ന് കൂടുതൽ തീവ്രവാദ ആശയങ്ങളുള്ളവരെ ഇയാൾ കണ്ടെത്തും. അവരിൽ നിന്ന് അനുകൂല പ്രതികരണത്തിന്റെ ആദ്യ സൂചന ലഭിച്ചാൽ അവരെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഇർഫാന് പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കേണ്ടി വരില്ല. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച് അദൃശ്യമായ വൈറ്റ് കോളർ ഭീകര സംഘം രൂപീകരിച്ചതിന് പിന്നിൽ ഇമാം ഇർഫാൻ. അതിനു മുൻപ് ഇയാൾ മുസമ്മിൽ ഷക്കീലുമായി കൂടിക്കാഴ്ച നടത്തുകയും മുസമ്മിലുമായി ദീർഘനേരം സംസാരിക്കുകയും ചെയ്തു. പിന്നീട് റിക്രൂട്ട്മെന്റിനായി മുസമ്മിലിനെ ഇർഫാൻ സന്ദർശിക്കുന്നു. തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനും ഭീകരാക്രമണങ്ങൾ നടത്താൻ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്താനുമൊക്കെ ഇർഫാൻ അഹമ്മദ് മുഖ്യമായി 3 തന്ത്രങ്ങൾ പയറ്റും. ആശയവിനിമയത്തിലൂടെ അഥവാ സംഭാഷണങ്ങളിലൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ് ഇർഫാന്റെ ആദ്യപടി. അയാൾ ധാരാളം സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ്.
കാഴ്ചയിൽ വളരെ സാധാരണക്കാരൻ. ഇയാളുടെ സംസാരത്തിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നില്ല. എന്നാൽ ഇയാൾ ലക്ഷ്യമിടുന്ന വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ ഒരു താൽപ്പര്യം പ്രകടിപ്പിച്ചാൽ ഇർഫാൻ അഹമ്മദ് അവരുമായി ഉറ്റ ബന്ധം സ്ഥാപിക്കും. ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടി റിക്രൂട്ട് ചെയ്ത ആദ്യ ഡോക്ടറായ മുസമ്മിൽ ഷക്കീലുമായി ഇയാളുടെ ബന്ധം അത്തരത്തിൽ കൊഴുത്തതാണ്. ഒരു ഡോക്ടർ രോഗി ബന്ധമായി മുസമ്മിലുമായി ഇയാൾ ആദ്യം ബന്ധപ്പെടുന്നു. പിന്നീട് മുസമ്മിലിനെ ഭീകര ശൃംഖലയുടെ ഭാഗമാക്കാൻ ഇയാൾ വിജയിച്ചു. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിരീക്ഷിച്ച് ഭീകരവാദ ആശയങ്ങൾ ഉള്ളിൽ പേറുന്നവരെ ഇയാൾ കണ്ടെത്തി അവരെ സന്ദർശിച്ചവരെ ഭീകര ശൃംഖലയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. വിഘടനവാദപരമോ തീവ്രവാദപരമോ ആയ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അവരുമായി ഇർഫാൻ അഹമ്മദ് മതപരമായ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങും. വൈറ്റ് കോളർ ടെററിസത്തിൽ ഉൾപ്പെട്ട ഭീകര സംഘം മുഴുവൻ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണക്കാരൻ അദിൽ അഹമ്മദ് റാത്തറിന്റെ അറസ്റ്റ് തന്നെയാണ്. അദിൽ അഹമ്മദ് റാത്തറിനെയും ഈ ഭീകര മോഡ്യൂളിലേക്ക് ആകർഷിച്ചത് ഇമാം ഇർഫാൻ. പള്ളിയിലെ ഹാജർ നില പരിശോധിക്കുക ഇർഫാൻ അഹമ്മദിന്റെ മറ്റൊരു രീതിയാണ്. പതിവായി പള്ളി സന്ദർശിക്കുന്നവരെ ഇയാൾ നോട്ടമിടും. പതിയെ അവരുമായി അടുപ്പം സൂക്ഷിച്ച് പിന്നീട് ഭീകര സംഘത്തിലേക്ക് ഇവരെ ആകർഷിക്കും. അദീൽ അഹമ്മദ് റാത്തർ നിർദ്ദേശിച്ചതിന് ശേഷം ജാസിർ ബിലാൽ വാനി എന്ന ഡാനിഷിനെ ഭീകര സംഘത്തിൽ ചേർക്കാനും ഇമാം ഇർഫാന് കഴിഞ്ഞു. ഇർഫാൻ അഹമ്മദിന് പാകിസ്ഥാനിലുള്ള ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകൻ ഹൻസലുല്ലയുമായി വലിയ ബന്ധം. പിന്നീട് ഇന്ത്യയിലെ ഭീകര മോഡ്യൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും ഈ ഭീകര സംഘത്തിലുള്ളവരെ ബോംബുണ്ടാക്കാൻ പരിശീലിപ്പിച്ചതുമൊക്കെ ഹൻസുല്ല. ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയ മറ്റൊരു ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ വഴി ഹൻസുല്ല 2 AK സീരീസ് അസോൾട്ട് റൈഫിളുകൾ ഈ ഭീകര സംഘത്തിന് നൽകി. അതിലൊരു തോക്ക് മുസമ്മിൽ ഷക്കീൽ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ ലോക്കറിൽ നിന്ന് കണ്ടെടുത്തു. മറ്റൊന്ന് ഷഹീൻ സയ്യിദിന്റെ കാറിൽ നിന്നും കണ്ടെടുത്തു. ചാവേറായ ഉമർ നബി ഉൾപ്പെടെ ഈ ഭീകര സംഘത്തിലെ എല്ലാ സംഘാംഗങ്ങളുമായും വലിയ ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരൊറ്റ കോർക്കൽ കണ്ണിയായി പ്രവർത്തിച്ചിരുന്നത് ഇതേ ഇർഫാൻ അഹമ്മദ്. അൽഫലാഖ് സർവകലാശാല ഒരു ഭീകര കേന്ദ്രമായി മാറിയപ്പോൾ ആ സർവകലാശാലയുടെ മറപിടിച്ചാണ് ഭീകര സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. തുടർന്നാണ് വടക്കേ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 2530ഓളം ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഇപ്പോഴും കാണാമറയത്ത് ഏകദേശം 39ഓളം ആളുകൾ. ഇതിൽ 19 പേർ ഡോക്ടർമാരും അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിലെ മുൻ വിദ്യാർത്ഥികളും 10ഓളം വനിതകൾ. ഈ വനിതകളെ ഷഹാന സയ്യിദ് ഭീകര മോഡ്യൂളിലെ വനിതാ ചാവേറുകളായി നിയോഗിച്ചവരാണ്. അൽഫലാഖ് സർവകലാശാലയിൽ പഠിക്കുന്ന 600ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെകുത്താനും കടലിനുമിടയിലാണ്. തങ്ങളുടെ വിദ്യാഭ്യാസം തന്നെ നിലച്ചു പോകുന്ന അവസ്ഥ. വല്ലാത്ത അവസ്ഥയിലൂടെയാണ് തങ്ങൾ കടന്നു പോകുന്നത് എന്നീ വിദ്യാർത്ഥികൾ പറയുന്നു. യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ പലരും മാസ്ക് ഉപയോഗിച്ച് മുഖം പോലും മറച്ചിരിക്കുന്നു. അത്ര ഭയമാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വരാൻ. പല വിദ്യാർത്ഥികളും ഇതിനകം തന്നെ TC വാങ്ങി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോയി. ഈ യൂണിവേഴ്സിറ്റി ഇടിച്ചു നിരത്തണമെന്നാണ് പൊതുവെ ഇന്ത്യക്കാരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എത്ര കാലം ഇനി ഈ സർവകലാശാലയിൽ പഠിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നറിയില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. വൈറ്റ് കോളർ ഭീകര കേന്ദ്രത്തിന്റെ ടെറർ പോയിന്റായി മാറിയത് ഈ സർവകലാശാല. 2025-2026 അക്കാദമിക് സെക്ഷനിലെ 150 MBBS സീറ്റുകളും ഇവർ നികത്തിയിരുന്നു. 2019 മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. ജമ്മു കാശ്മീരിലെ ഡോക്ടർമാരുടെ അസോസിയേഷൻ, റെസിഡന്റ് ഡോക്ടർമാരുടെ അസോസിയേഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജമ്മു ബ്രാഞ്ച് എന്നിവർ ഒരു സംയുക്ത പ്രസ്താവന നടത്തുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഭയാനകമായ സംഭവത്തിൽ അഗാധമായ ഞെട്ടൽ പ്രകടിപ്പിക്കുകയും ഇരകളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ മെഡിക്കൽ സംഘടനകൾ. ഉന്നത മെഡിക്കൽ പ്രൊഫഷന്റെ കളങ്കമായി തീർന്നിരിക്കുകയാണ് ഈ സംഭവങ്ങളെന്ന് അസോസിയേഷൻ പറയുന്നു. ജീവൻ രക്ഷിക്കുക, മനുഷ്യരാശിയെ സേവിക്കുക എന്നീ തൂണുകളിൽ കെട്ടിപ്പടുത്തതാണ് മെഡിക്കൽ പ്രൊഫഷൻ. അക്രമത്തിലും ഭീകരതയിലും ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ യോഗ്യത പരിഗണിക്കാതെ രോഗശാന്തിക്കാരൻ എന്ന് വിളിക്കപ്പെടാനുള്ള അവകാശം നഷ്ടപ്പെടുന്നു. ജീവൻ രക്ഷിക്കാൻ പരിശീലനം ലഭിച്ച വ്യക്തികൾ നാശത്തിന്റെ പങ്കാളികളാണ് എന്ന് ആരോപിക്കപ്പെടുന്നതിൽ ഞങ്ങൾ അമ്പരന്നിരിക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. സമഗ്രവും വേഗത്തിലുള്ളതുമായ ഒരു അന്വേഷണം ഉറപ്പാക്കാൻ അന്വേഷണ ഏജൻസികളോട് DAJ അഭ്യർത്ഥിച്ചു.
നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആരോപണങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ നൽകണം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജമ്മു ബ്രാഞ്ച് ഈ ആക്രമണത്തെ ഏറ്റവും വിശ്വസ്തനായ വെളുത്ത കോട്ടിനോടുള്ള മാപ്പർഹിക്കാത്ത വഞ്ചന എന്ന് വിശേഷിപ്പിച്ചു. നിരപരാധികളുടെ ദാരുണമായ മരണത്തിനും വ്യാപകമായ പരിക്കുകൾക്കും കാരണമായ ഭീകരാക്രമണത്തെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് നേരെയുള്ള ആക്രമണമായി മാത്രമല്ല, മനുഷ്യത്വത്തിൻ്റെ തത്വങ്ങൾക്ക് നേരെയുള്ള ആക്രമണമെന്നാണ് ജമ്മു കാശ്മീർ IMA വിശേഷിപ്പിക്കുന്നത്. ഓരോ നിമിഷവും ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അമ്പരപ്പിക്കുന്നതാണ്. ഒപ്പം വൈറ്റ് കോളർ ടെററിസ്റ്റ് എക്കോസിസ്റ്റം എത്രമാത്രം ആഴത്തിൽ വേരൂന്നിയിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.